നിനക്ക് സ്വർഗ്ഗം കിട്ടുന്നത് വരെ ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് കരയുമെന്ന് പറയുന്ന ഒരു നേതാവ്. അല്ലാഹുവേ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. പ്രവാചകന്റെ അതിഥിയായിട്ട് പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിച്ചിട്ട് അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ കിടക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹുവേ. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. പോകേണ്ടവർക്ക് പോകാം, ഓടേണ്ടവർക്ക് ഓടാം, ഉറങ്ങുന്നവർക്ക് ഉറങ്ങാം, മനസ്സില്ലാത്തവർക്ക് കൈകെട്ടിയിരിക്കാം. ഈ പ്രഭാഷണത്തിൽ ഇവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് അവരുടെ മക്കളെ കെട്ടിക്കാരല്ല, അവർക്ക് വീട് വെക്കാറല്ല, അവർക്ക് തിന്നുകൊണ്ട് നടക്കാറില്ല. പാപങ്ങൾക്ക് വേണ്ടിയാ, പാപങ്ങൾക്ക് വേണ്ടിയാ. 30 വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ട പെൺമക്കൾക്ക് ജീവിതം കൊടുക്കാൻ കഷ്ടപ്പെടുന്നവരാ. ഒരു പബ്ലിസിറ്റിയുമില്ല, വലിയ ഫ്ലെക്സ് അടിച്ചു വെക്കാറില്ല. അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കരുതികെട്ട് കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാ. മനസ്സുകൊണ്ടൊരു സദഖയിട്ടോ, മനസ്സുകൊണ്ടൊരു സദഖയെടുക്കുമ്പോ അല്ലാഹുവിനോട് പറയേണ്ടതെന്തെന്നറിയുവോ? ഇന്ന് വരെ ഞങ്ങൾ ആരും നിന്റെ പ്രവാചകനെ കണ്ടിട്ടില്ല നബിയേ. പ്രകാശിക്കുന്ന മുഖമൊന്ന് കാണാ. മരിക്കുന്നതിന് മുമ്പോ, ഇസ്രായേലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പോ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നതിന് മുമ്പോ മദീനയിലെ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവിനെ എനിക്കൊന്ന് കാണാ ഭാഗ്യം തരണേ അല്ലാഹ്. പുണ്യപ്രവാചകനെ ഒന്ന് സ്വന്തം കാണാ എനിക്ക് ഭാഗ്യം തരണേ തമ്പുരാനേ. ഈ സദഖ കൊടുക്കുന്ന കൈകൊണ്ട്, ഈ സദഖ കൊടുക്കുന്ന കൈകൊണ്ട് ഹൗലുൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിക്കാ എനിക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഈ സദഖ കൊടുക്കുന്ന കൈകൊണ്ട് സ്വർഗ്ഗത്തിലേക്കുള്ള പാസ് വാങ്ങിയിട്ട് റസൂലുള്ളാഹിന്റെ അതിഥിയായിട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം തരണേ അല്ലാഹ്. എന്ന നിയ്യത്തോടെ ഒരു സദഖ എടുത്തു പ്രവാചകന്റെ കൂട്ടുകാരിലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടപ്പിറപ്പുകളിലോ ഈ സദഖ ചെയ്യുന്ന ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദഖ 3 സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്കും. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ സൂക്ഷിച്ചാൽ അല്ലാഹു ഒരു കാലത്തും അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ഒരു കാലത്തും ഒരാളുടെ മുന്നിൽ പോയിട്ട് മക്കളെ കെട്ടിക്കാൻ പൈസ ഇല്ല, വീട് വെക്കാൻ പൈസ ഇല്ല, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല, യാചിക്കേണ്ടി വരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ, ഉറക്കെ അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞിരട്ടെ, മനസ്സറിഞ്ഞിട്ട് എല്ലാവരും സദഖ ഇട്ടോ, മനസ്സറിഞ്ഞിട്ട് എല്ലാവരും ഒരു സദഖ ഇട്ടോ. മരിക്കുന്നതിന് മുമ്പ് ലോകത്തിന്റെ നേതാവിനെ കാണണം, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാണാൻ ആഗ്രഹമുള്ളവർ കൈവക്കും. മരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ എന്റെ വീടിന്റെ അകത്ത് തച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ നിന്ന് താഴെ സൂചി വീണു. എന്റെ കയ്യിൽ നിന്ന് സൂചി താഴെ വീണപ്പോ പ്രവാചകന്റെ മുഖത്തെ പ്രകാശനം കാരണം ഞാനത് നോക്കിയെടുത്തു എന്ന് മഹ്ദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അത്രയ്ക്കും സൗന്ദര്യവാനായ പ്രവാചകനെ മരിക്കുന്നതിന് മുമ്പ് കാണണം, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാണണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്, ഞാൻ വഴി പറഞ്ഞുതരാം. കാണണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്, വഴി പറഞ്ഞു തരട്ടെ.